ജിതിൻ ദേവ് പറയാം. ശ്രീ ജയരാജ്, അങ്ങ് ഇതിനെ എന്താണ് ചൈൽഡിഷ് ആയിട്ടൊന്നും കാണരുത്. ഇവിടെ അങ്ങ് ഒരു ചോദ്യങ്ങൾക്കും അങ്ങ് മറുപടി പറയുന്നില്ല. വ്യക്തമായ മറുപടി കേൾക്കാൻ കേരളത്തിലെ വിശ്വാസ സമൂഹം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങ് CPM-നെ പ്രതിനിധീകരിച്ച് ഈ അയ്യപ്പ സംഗമത്തിന്റെ മുഖ്യ സംഘാടകരായിരുന്നവരെ പ്രതിനിധീകരിച്ചെത്തിയ അദ്ദേഹമാണ്. അങ്ങ് പറഞ്ഞല്ലോ ഈ ഒരു ഹൈന്ദവ ക്ഷേത്രത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് സങ്കടമല്ല തോന്നുന്നത്, ഇതിനകത്തൊക്കെ ആശങ്കയാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള ആക്ടിവിസം കാണിക്കാൻ ഇതേപോലുള്ള ക്ഷേത്രങ്ങൾ എന്തിനാണ് തിരഞ്ഞെടുക്കുന്നത്? മറ്റു മതവിശ്വാസങ്ങൾക്ക് നേരെ കാണിക്കാത്ത ഈ ആക്ടിവിസം എന്തിനാണ് അങ്ങ് ഇവിടെ കാണിക്കുന്നത്? 7 കോടി രൂപ മുടക്കി നടത്തിയ ഈ പരിപാടിയുടെ സ്പോൺസർമാർ ആരാണെന്ന് അറിയാനുള്ള അവകാശം ഈ പറഞ്ഞ വിശ്വാസ സമൂഹത്തിന് ഇല്ലെന്ന് അങ്ങേക്ക് പറയാൻ സാധിക്കുമോ? ഈ 7 കോടി രൂപ നടത്തിയ ഈ വലിയ എന്താ പറയുക ആഗോള സംഗമ പരിപാടിയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ചർച്ച ചെയ്തത്? അല്ലെങ്കിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ശബരിമല മാസ്റ്റർ പ്ലാന് വേണ്ടിയിട്ട് ഇന്ന വാഗ്ദാനങ്ങളുണ്ടായി. നിങ്ങൾ ആളുടെ പേര് പറയണ്ടെന്നേ, ഇത്ര രൂപയുടെ വാഗ്ദാനങ്ങളുണ്ടായി എന്ന് പറയാൻ നിങ്ങൾക്ക് എന്താണ് മടി കാണിക്കുന്നത്? നിങ്ങളെ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് പേടിയാണ് സാർ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇരുട്ടിന്റെ മറവിൽ ആക്ടിവിസ്റ്റുകളെയും കൊണ്ട് ഒരു വിശ്വാസത്തെയും ആചാര സംരക്ഷണത്തെയും ആചാരത്തെയും തകർക്കാൻ പോയ പാർട്ടി, ആ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു നാടകവുമായി ഇറങ്ങുന്ന സമയത്ത് വിശ്വാസികൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ആ ആശങ്ക പരിഹരിക്കാൻ അങ്ങേക്ക് എന്താ സാധിക്കാത്തത്? അപ്പൊ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങ് ഇത്തരത്തിൽ പറഞ്ഞ് ചൈൽഡിഷ് ആണെന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കരുത് ശ്രീ ജയരാജ്. അങ്ങേക്ക് അറിയാമെങ്കിൽ അങ്ങ് പറ, ആരാണ് ഈ 72 സ്പോൺസർമാർ? എന്താണ് അവിടെ എല്ലാ പേരും പറയണ്ട, പ്രധാനപ്പെട്ട സ്പോൺസർമാർ ആരൊക്കെയാണ്? അല്ലാതെ ആകെ പറഞ്ഞിരിക്കുന്നത് ഒരു ബാങ്ക് ഉണ്ടെന്നാണ് ഒരു ദിവസം ശ്രീ പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അത് ഓക്കെ, ബാങ്ക് ഉണ്ട്. മറ്റുള്ളവർ ആരാണ്? എന്താണ് അവരുടെ കച്ചവട താല്പര്യം? ഒരു സ്പോൺസർ വരുമ്പോൾ അയാൾക്ക് ഒരു താല്പര്യം ഉണ്ടാകുമല്ലോ. ജനം ടിവിക്ക് ഒരാൾ പരസ്യം തരുമ്പോൾ അയാൾക്ക് ഒരു താല്പര്യം ഉണ്ടാകും, ഇല്ലേ? ഇവിടെ എന്താണ് ആ കച്ചവട താല്പര്യം? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ സംഘടിപ്പിച്ചത്? നോക്കൂ, ഇത്രത്തോളം 2-3 മാസക്കാലമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്ത് വലിയ പന്തലിട്ട് അയ്യപ്പ ഭക്തരെ എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട്, അവിടെ മാസത്തൊഴിലിന് പോകുന്നവരെ എല്ലാം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ ഈ മാമാങ്കം എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്തരം പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട് സാർ. അപ്പൊ ആ ചോദ്യങ്ങൾ വരുമ്പോ അതിനെ കുട്ടിത്തമായിട്ടും ചൈൽഡിഷായിട്ടും കണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കരുത്. അങ്ങേക്ക് ഇത് പറയാനുള്ള പൂർണ്ണ ബാധ്യതയുണ്ട്. കാരണം അങ്ങ് ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് ചർച്ച ചെയ്യണം. അപ്പൊ ചോദ്യങ്ങൾ ഉണ്ടാവും. ആ ചോദ്യങ്ങളോട് അങ്ങ് പ്രതികരിക്കാൻ തയ്യാറാകണം. ഇവിടെ ആകെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? ശബരിമല റെയിൽപാത സാധ്യമാക്കും, അതിനു വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ പിന്തുണയുണ്ട്, ചില പ്രശ്നങ്ങളുണ്ട്, അത് പരിഹരിക്കും. ഞങ്ങൾ ഒരു വിമാനത്താവളത്തെ പറ്റി ആലോചിക്കുന്നു, ഡിസംബറോടുകൂടി അതിന് എല്ലാ തരത്തിലുള്ള അനുമതികളും കിട്ടുമെന്ന് പറയും. ഇത് പറയാൻ എന്തിനാണ് സാർ ഒരു സംഗമം? അതല്ലേ ചോദിക്കുന്നത്. നിങ്ങൾ അവിടെ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തോ? സുപ്രീം കോടതി അംഗീകരിച്ച ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്തോ? പുണ്യപൂങ്കാവനം എന്ന് പറഞ്ഞിട്ട് ഒരു നിർത്തിവെച്ച ഒരു പദ്ധതി ഉണ്ട്, അതിനെപ്പറ്റി ചർച്ച ചെയ്തോ? അല്ലെങ്കിൽ നിങ്ങൾ നവോത്ഥാനമാണ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മലയാളിയ സമുദായം എത്ര കാലമായിട്ട് അവർ ആവശ്യപ്പെടുന്നു, അവർക്കുണ്ടായിരുന്ന കാര്യങ്ങൾ, അവരുടെ അവകാശങ്ങൾ റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ, അതിനെപ്പറ്റി നിങ്ങൾ ചർച്ച ചെയ്തോ? ഇതൊക്കെയല്ലേ ജനം പകക്കാൻ ആഗ്രഹിക്കുന്നത്? ഇവിടെ 10,000-4,000 പേർക്ക് ഇരിക്കാവുന്ന ഒരു AC പന്തല് വിട്ട് കുറെ പേരെ അവിടെ കൊണ്ടുതിരിച്ച് താരാട്ടുപാട്ടി ഉറക്കി, അവിടെ മുഖ്യമന്ത്രി വന്ന് കുറെ മതനിരപേക്ഷതയും അതും ഇതുമൊക്കെ സംസാരിച്ച് അദ്ദേഹത്തിന്റെ വഴിക്ക് പോയി, പിന്നെ സെമിനാറും പറഞ്ഞ് കുറെയൊക്കെ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്തൊക്കെയോ കാട്ടിക്കൂട്ടി വൈകുന്നേരത്ത് വന്ന് ഒരു വാർത്താ സമ്മേളനം നടത്തിയിട്ട് ദേവസ്വം ബോർഡ് മന്ത്രി ഇപ്പൊ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഉറങ്ങുന്ന ആൾക്കാരെ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് സാർ ഈ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ അങ്ങോട്ടൊക്കെ മാറി ആ തിരുവനന്തപുരത്തോ നേരത്തെ സൂചിപ്പിച്ച പോലെ ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റോറിയമോ അവിടെയൊക്കെ പോയി ബുക്ക് ചെയ്ത് നടത്തിയാൽ പോരെ. ഇത് ചോദിക്കുമ്പോ പിന്നെ അങ്ങ് വെറുതെ ഇത് കുട്ടിത്തമാണെന്ന് പറഞ്ഞ് ഒഴിയരുത് സാർ.